കൊച്ചി നഗരത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ലഘുമേഘ വിസ്ഫോടനത്തിന് ശേഷം വീണ്ടും മഴ പെയ്യുമ്പോൾ കൊച്ചി നിവാസികൾ ആശങ്കയിലാണ്. കൊച്ചിയിൽ നിന്ന് ആണ് ഈ വാർത്ത വരുന്നത്. അതായത് കൊച്ചി നഗരത്തിലാണ് കൂടുതലായും ഈ കഴിഞ്ഞ ദിവസത്തെ മഴയൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇൻഫോ പാർക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള മഴക്കെടുതികൾ കൊച്ചി നിവാസികൾ അനുഭവിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ദേവൻ ചേരുന്നുണ്ട്. ദേവൻ, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള മഴ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ അത് ബാധിച്ചതും. ഇൻഫോ പാർക്ക് അടക്കമുള്ള നഗര മേഖലകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. ഇന്നത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴയായിരുന്നു കൊച്ചി നഗരത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പുലർച്ചെയും താരതമ്യേന ശക്തമായൊരു മഴ തന്നെ ഇന്ന് കൊച്ചി ലഭിച്ചു. ശേഷം പകലൊരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. എന്നാൽ ഉച്ച കഴിഞ്ഞതുകൂടി വീണ്ടും കൊച്ചിയിൽ, എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിലെല്ലാം തന്നെ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലാനം കണ്ണമാലി പ്രദേശത്താണ്. ഇവിടെ രൂക്ഷമായൊരു കടലേറ്റം ഉണ്ടായിരിക്കുന്നു. അതായത് പ്രദേശത്ത് ടെട്രാപോഡുകൾ സ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ ഇവിടുന്ന് തിരമാലകൾ രൂക്ഷമായി കരയിലേക്ക് അടിച്ചു കയറി ഇവിടുത്തെ വീടുകളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്തെ 4ഓളം വീടുകൾ ഏകദേശം പൂർണ്ണമായും വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിൽ. ഇവിടെ സ്ഥിരമായി മഴക്കാലം എത്തുമ്പോഴത്തേക്കും കടൽ കയറുന്ന ഒരു പ്രദേശമാണ്. മുമ്പ് ചെല്ലാനം മുതൽ പുത്തൻതോപ്പ് വരെയുള്ള സ്ഥലത്ത് ടെട്രാപോഡുകൾ സ്ഥാപിച്ച് കടൽക്കയറ്റത്തെ ഒരു പരിധിവരെ അധികൃതർ തടഞ്ഞു വെച്ചിരുന്നെങ്കിലും എന്നാൽ കണ്ണമാലി പ്രദേശത്ത് ഇപ്പോഴും അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ ദിവസങ്ങളിലും മഴ കടുക്കും. കാലവർഷം ഇപ്പോൾ എത്താറായി. 24 മണിക്കൂറിനകം കാലവർഷം എത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ചെറുതായി മഴ പെയ്തപ്പോൾ തന്നെ ഇത്രയധികം വെള്ളം നിറഞ്ഞെങ്കിൽ ഇനിയും കടുത്ത മഴയാണ് വരും ദിവസങ്ങളിലും കൊച്ചിയിലാണെങ്കിലും കേരളത്തിലും നേരിടാനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം മുൻകരുതലുകളാണ് നഗരസഭയുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്? നഗരത്തിലെ കാനകൾ പെട്ടെന്ന് നിറയുന്നതാണ് നഗരത്തിലെ റോഡുകളിൽ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാക്കാൻ ഒരു കാരണമായി പ്രദേശവാസികളും ഒപ്പം നഗരസഭയും പറയുന്നത്. ഇത് മഴ മാറി കുറച്ച് സമയം കഴിഞ്ഞ് നഗരത്തിലെ വെള്ളം ഇറങ്ങുന്ന ഒരു സ്ഥിതിയും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടു. മഴ മാറി നിൽക്കുന്ന സമയങ്ങളിൽ കാനകൾ വൃത്തിയാക്കിയും ഒപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയുമാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഈ വെള്ളക്കെട്ടിനെ നേരിടാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ ഒരു പരാമർശം കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ പറ്റിയിട്ടുണ്ടായി. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊരു പരാമർശമുണ്ടായി. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് ഒരു പ്രദേശവാസികളും ഇതുപോലെ വെള്ളക്കെട്ടിന് ഒരു കാരണമാകുന്നു എന്നൊരു പരാമർശവും ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. രൂക്ഷമായൊരു വെള്ളക്കെട്ടാണ്. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ നഗരത്തിലെ റോഡുകളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൊച്ചിയിലുള്ളത്. നഗരസഭ മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിൽ അധികൃതർ കൃത്യമായൊരു ഇടപെടൽ നടത്തി. കാലവർഷം ഇപ്പോൾ ഒരു 27 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിലേക്ക് കടക്കുമെന്നാണ്. ശരി ദേവൻ, കൊച്ചി നഗരത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസത്തെ ലഘുമേഘ വിസ്ഫോടനത്തിന് ശേഷം മഴ പെയ്യുമ്പോൾ കൊച്ചി നിവാസികൾ വീണ്ടും ആശങ്കയിലാണ്. നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദേവൻ.